ഇപ്പോൾ മലയാളികൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് ഓപ്പറേഷൻ നുൻകൂർ എന്നത്. ഒരുപക്ഷെ എല്ലാവരും ഇത് എന്താണെന്ന് അന്വേഷിച്ച് വലിയ തരത്തിൽ ചർച്ചയാകുമ്പോൾ ഇതിൽ എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇതിൽ ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിൻ്റെയൊക്കെ പേരുകൾ ഇതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് മലയാളത്തിലെ പ്രമുഖ നടന്മാർ ഓപ്പറേഷൻ നുൻകൂറിൽ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. പലയിടങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ, അതായത് എടുത്തു പറയേണ്ട പ്രധാനമായ കാര്യം, ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തിന് പരാതിയുള്ള മലയാള നടന്മാരാണ് ദുൽഖർ സൽമാനും അതുപോലെ പൃഥ്വിരാജ് സുകുമാരനും. ഇവർക്ക് ഇവരുടെ ഇപ്പോൾ വീടുകളിൽ കസ്റ്റംസ് റെയ്ഡ് നടത്തുകയാണ്, കസ്റ്റംസ് പരിശോധന നടത്തുകയാണ്. ഈ പരിശോധനകൾ ഇവർക്ക് നേരിട്ടിതിൽ പങ്കുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായി അന്വേഷിക്കുന്നത്. ഇതിൽ 30ഓളം അധികം വാഹനങ്ങൾ കേരളത്തിൽ മാത്രമുണ്ടെന്നാണ് കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത്. ഓപ്പറേഷൻ നുൻകൂറിൻ്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് കേരളത്തിൽ മാത്രം ഏതാണ്ട് 30ഓളം വാഹനങ്ങൾ ഇത്തരത്തിൽ കച്ചവടം നടത്തിയിട്ടുണ്ടെന്നും വിൽപ്പന നടത്തിയിട്ടുണ്ടെന്നും അത്തരം വാഹനങ്ങൾ കേരളത്തിൻ്റെ നിരത്തുകളിൽ ഓടുന്നുണ്ട് എന്നുമാണ് കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ എന്താണ് ഓപ്പറേഷൻ നുൻകൂർ എന്ന് ചോദിച്ചാൽ, നികുതി വെട്ടിച്ചുള്ള ആഡംബര വാഹനങ്ങളുടെ കടത്തുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് രാജ്യവ്യാപകമായി നടത്തുന്നൊരു റെയ്ഡാണ് അല്ലെങ്കിൽ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ നുൻകൂർ എന്നത്. ഇവിടെ ഭൂട്ടാനിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്ന വാഹനങ്ങൾ, കൃത്യമായി പറഞ്ഞാൽ 1 ലക്ഷം രൂപയ്ക്കൊക്കെ വാങ്ങുന്ന വാഹനം ഇവിടെ വിൽക്കുന്നത് 10 ലക്ഷം രൂപയ്ക്കാണ്. 3 ലക്ഷം രൂപയ്ക്ക് മുതൽ 5 ലക്ഷം രൂപ വരെ വിൽക്കുന്ന വാഹനങ്ങൾ ഇവിടെ 30 ലക്ഷവും അതിന് മേലെയും രൂപയ്ക്ക് വിറ്റുപോകുന്നുണ്ട്. ഇതിൽ പ്രധാനമായും പെടുന്നത് സിനിമാ നടന്മാരാണ്, അതുപോലെ സിനിമാ മേഖലയിലുള്ള പ്രമുഖരാണ്, അതുപോലെ അത്യാവശ്യം വ്യാവസായികളാണ്. ഇവരെല്ലാവരും ഇതിൽ പെട്ടുപോകുന്നുണ്ട്. വ്യവസായ പ്രമുഖരടക്കം, സിനിമാ നടന്മാരടക്കം, സിനിമാ മേഖലയിലെ പ്രമുഖരടക്കമുള്ളവർ ഇതിൽ പെടുന്നുണ്ട്. ഇതിൽ ഇവർക്ക് നേരിട്ടോ അല്ലാതെയോ ബന്ധമുണ്ടോ എന്നാണ് ഇപ്പോൾ കസ്റ്റംസ് പരിശോധിച്ച് വരുന്നത്. ഈ പരിശോധന എത്രമാത്രം നീളുമെന്നോ ഇതിൽ ആർക്കൊക്കെ ബന്ധമുണ്ടെന്നോ ഇതുവരെയുള്ള വിവരങ്ങളൊന്നും ഈ നിമിഷം വരെയും പുറത്തു വന്നിട്ടില്ല. എന്നിരുന്നാൽ പോലും അവ വ്യാജമായ രജിസ്ട്രേഷനുള്ള വാഹനങ്ങളാണെന്നും അല്ലെങ്കിൽ വ്യാജമായി രാജ്യത്തേക്ക് കടത്തിയ വാഹനങ്ങളാണെന്നുമാണ് കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്നും കൊണ്ടുവന്ന് അത് രാജ്യത്തെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയും അവിടെ വ്യാജ രജിസ്ട്രേഷൻ ഉണ്ടാക്കുകയും ആ രജിസ്ട്രേഷനിലൂടെ വാഹനങ്ങൾ കേരളത്തിൽ എത്തിച്ച് വലിയ രീതിയിൽ കച്ചവടം നടത്തുന്നതുമാണ് ഈ ഓപ്പറേഷൻ നുൻകൂർ എന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി വാഹനങ്ങൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ വാഹനങ്ങളിൽ പലതും കേരളത്തിലാണ് ഓടുന്നതും. അങ്ങനെ ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്ന ഈ വാഹനങ്ങളെല്ലാം വാങ്ങിയവരിൽ മലയാളത്തിലെ പ്രമുഖ നടന്മാർ അടക്കമുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇത് പലതും നികുതി വെട്ടിച്ചാണ് വരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. ഇവിടെ ഭൂട്ടാൻ പട്ടാളം ലേലത്തിൽ വിൽക്കുന്ന വാഹനങ്ങൾ, പ്രത്യേകിച്ച് ടൊയോട്ടോ, അതുപോലെ തന്നെ ലാൻഡ് ക്രൂസർ, ലാൻഡ് റോവർ, ടാറ്റ SUV വാഹനങ്ങൾ തുടങ്ങി വളരെ വില കുറഞ്ഞ വാഹനങ്ങൾ അല്ലെങ്കിൽ വില കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി ഇവ ഇന്ത്യയിലേക്ക് കടത്തുകയും ഏകദേശം 5 ലക്ഷം രൂപയിൽ താഴെയാണ് വാഹനങ്ങളുടെ വില വരുന്നതെല്ലാം. അങ്ങനെ 5 ലക്ഷം രൂപയ്ക്ക് താഴെ വില വരുന്ന വാഹനങ്ങൾ വാങ്ങി അത് ഇത്തരത്തിൽ കടത്തുകയും ആ വാഹനം വഴി വലിയ തുക ഇറക്കുമതി ചെയ്ത്, അല്ലെങ്കിൽ ഈ ഇറക്കുമതി ചുങ്കമായി നൽകേണ്ടത്, ഇറക്കുമതിക്ക് ടാക്സ് അടക്കം രാജ്യത്ത് നൽകേണ്ടതുണ്ട്. ഈ ടാക്സ് ഒന്നും നൽകാതെ ഈ നികുതി വെട്ടിപ്പിനായി ഇവർ ഉപയോഗിക്കുന്നത് ഹിമാചൽ പ്രദേശിലെ വ്യാജ മേൽവിലാസത്തിൽ HP 52 എന്നുള്ള രജിസ്ട്രേഷനിലാണ് ഇവർ വാഹനങ്ങളെല്ലാം രജിസ്റ്റർ ചെയ്യുന്നത്. അങ്ങനെ ഈ വാഹനങ്ങളെല്ലാം ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത് അവിടെ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരികയും കേരളത്തിൽ കൊണ്ടുവന്ന് ഇത് വ്യവസായ പ്രമുഖർക്ക്, സിനിമാ മേഖലയിലുള്ളവർക്ക്, അതുപോലെ കച്ചവടക്കാർക്ക്, അങ്ങനെ ഒത്തിരി പേർക്ക് ഇവർ ഈ വാഹനങ്ങൾ വിൽക്കുകയും ചെയ്യുന്നു. അതും ഇരട്ടി വിലക്കാണ് വിൽക്കുന്നത്. 1 ഇരട്ടി 2 ഇരട്ടി അല്ല, പല ഇരട്ടി വിലക്കാണ് ഇവർ വിൽക്കുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ 1 ലക്ഷം രൂപയ്ക്ക് ഇവർ വാങ്ങുന്ന വാഹനം ഇവിടെ വിൽക്കുന്നത് 10 ലക്ഷം രൂപയ്ക്കാണ്. അതായത് 10 ഇരട്ടി വിലക്കാണ് ഇവർ ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത്, കച്ചവടം നടത്തുന്നത്. ഇനി ഉയർന്ന വിലയ്ക്ക് വാങ്ങുന്ന വാഹനം എന്ന് പറയുമ്പോൾ ഭൂട്ടാനിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക്, അതായത് തുച്ഛമായ വിലയ്ക്കാണ് ഈ വാഹനങ്ങളെല്ലാം കേരളത്തിലെത്തുന്നത്. കേരളത്തിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കൃത്യമായി പറഞ്ഞാൽ 40 ലക്ഷം രൂപ വരെ വിലയ്ക്ക് വിറ്റഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങുന്ന വാഹനമാണ് 40 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ ഈ വാഹനങ്ങൾ വാങ്ങിയവരുടെ പട്ടിക കസ്റ്റംസ് തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങളെല്ലാം. സിനിമാ താരങ്ങൾ, വ്യാവസായികർ, സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവരെല്ലാം ഈ പട്ടികയിൽ ഉൾപ്പെടുന്നുമുണ്ട്. ഇത്തരത്തിൽ നികുതി വെട്ടിച്ച് വാഹനം വാങ്ങിയവരെ കണ്ടെത്തുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയാണ് കസ്റ്റംസിൻ്റെ ഓപ്പറേഷൻ നുൻകൂർ കൊണ്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത്. ഈ റാക്കറ്റിലെ ഇടനിലക്കാരെ ചോദ്യം ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ചോദ്യം ചെയ്തപ്പോഴാണ് കേരളത്തിലടക്കം 40ഓളം വാഹനങ്ങൾ ഉണ്ടെന്നുള്ള വിവരം ലഭിച്ചത്. അങ്ങനെ കേരളത്തിൽ നികുതി വെട്ടിപ്പുണ്ടാകുന്നത് ഇത് ആദ്യമായല്ല, സിനിമാ മേഖലയിലും ഉണ്ടാകുന്നത്. മുമ്പ് ഇതുപോലെ നികുതി വെട്ടിച്ച വാഹനങ്ങൾ കണ്ടെത്തുകയും അതുപോലെ അത് കണ്ടെത്തിയപ്പോൾ പിന്നീട് വലിയ ന്യായീകരണങ്ങളൊക്കെ നടത്തുകയും ചെയ്ത താരങ്ങളും ഇന്ന് മലയാള സിനിമ ഇൻഡസ്ട്രിയിലുണ്ട്. ഇപ്പോൾ ഇതിലെടുത്ത് പറയേണ്ടതാണ് സുരേഷ് ഗോപി, അതുപോലെ ഫഹദ് ഫാസിൽ, അമല പോൾ അടക്കമുള്ളവരെല്ലാം ഇതുപോലെ വാഹന വെട്ടിപ്പ് സംഘത്തിലുണ്ട്, അല്ലെങ്കിൽ ടാക്സ് വെട്ടിച്ചുമായി ബന്ധപ്പെട്ട സംഘത്തിൽ പെട്ടിരുന്നവരാണ്. ഇതിൽ പലപ്പോഴായി ഈ നടന്മാരെല്ലാം
നികുതി വെട്ടിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ സുരേഷ് ഗോപി പറഞ്ഞത് സുരേഷ് ഗോപിയുടെ കാറ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും ഇത്തരത്തിൽ നികുതി വെട്ടിച്ചാണെന്ന് കണ്ടെത്തുകയും അതേ തുടർന്ന് നടത്തിയ പരിശോധനയിൽ കാറ് കൃഷിക്കായാണ് ഉപയോഗിക്കുന്നതെന്നും ഞാൻ ഇവിടെ ഉപയോഗിക്കില്ല എന്നുമാണ് അന്ന് സുരേഷ് ഗോപി പറഞ്ഞത്. അതായത് തോട്ടത്തിലാണ് ഈ കാറ് ഉപയോഗിക്കുന്നത് എന്നാണ് പറഞ്ഞത്. കൃത്യമായി കേരളത്തിൽ രജിസ്റ്റർ ചെയ്താൽ ടാക്സ് കൂടുതൽ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നികുതി ഇനത്തിൽ കൂടുതൽ തുക അടയ്ക്കേണ്ടി വരുമെന്നുള്ള കാരണത്താൽ അത് മറ്റ് സംസ്ഥാനങ്ങൾ രജിസ്റ്റർ ചെയ്യും. അതായത് ടാക്സ് കുറഞ്ഞ് ടാക്സ് വെട്ടിക്കാൻ വേണ്ടി മാത്രമായി മറ്റ് സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്യുകയും, ഞാൻ സംസ്ഥാനങ്ങളുടെ പേര് പറയാത്തതാണ്, ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്യുകയും ആ രജിസ്ട്രേഷൻ വെച്ച് കേരളത്തിൽ ഓടുകയും ചെയ്ത വാഹനങ്ങൾ ഒത്തിരിയുണ്ട്. അതിൽ സിനിമാ നടന്മാരുടേതുണ്ട്, നായികമാരുടേതുണ്ട്, വ്യവസായികളുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെ ഒത്തിരി പേർ ഈ സംഘത്തിൽ പെട്ടിരുന്നവരാണ്, ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുമാണ്. അത് അറിഞ്ഞോ അറിയാതെയോ ഉൾപ്പെട്ടിട്ടുള്ളവരാണ്. ഇവരെല്ലാം നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുള്ളവരുമാണ്. അങ്ങനെ നികുതി വെട്ടിപ്പ് നടത്തിയതിൽ പ്രമുഖരാണ് സുരേഷ് ഗോപി, അതുപോലെ അമല പോൾ, ഫഹദ് ഫാസിൽ, ഇപ്പോഴിതാ പൃഥ്വിരാജ് സുകുമാരൻ, അതുപോലെ ദുൽഖർ സൽമാൻ, അമിത് ചക്കാലക്കൽ എന്നീ സിനിമാ നടന്മാരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവരെല്ലാവരും ടാക്സ് വെട്ടിക്കുകയോ അല്ലെങ്കിൽ അതിന് കൂട്ടുനിൽക്കുകയോ അറിഞ്ഞോ അറിയാതെയോ ചെയ്തവരാണ്. അങ്ങനെ സിനിമാ മേഖലയിൽ പലപ്പോഴായി ഈ പറഞ്ഞ വിവാദങ്ങളിൽ പെടുന്നത് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇവരിൽ പലരും ടാക്സ് വെട്ടുകയും അതുപോലെ നികുതി അടക്കാതിരിക്കുകയും ചെയ്തത് വാർത്തയാവുകയും വിവാദമാവുകയും ചെയ്യുമ്പോൾ അതിൽ പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ പിന്നീട് നടത്തുകയും ചെയ്തവരും ഒട്ടനവധിയാണ് ഇവിടെ. എന്നാൽ ഇതിൽ പലപ്പോഴും പേര് വരാതെ പോകുന്നത് ചില സർക്കാർ ഉദ്യോഗസ്ഥരുടെ പേരുകൾ പലപ്പോഴും ഒഴിവായി പോകാറുണ്ട്, അല്ലെങ്കിൽ പറയാതെ പോകാറുണ്ട്. നാം ആദ്യം കേൾക്കുന്നത് സെലിബ്രിറ്റികളുടേതായതുകൊണ്ടാണ് അവരുടെ പേര് നാം ആദ്യം കേൾക്കുന്നതും അവരുടെ പേരാണ് വിവാദമാകുന്നതും. അങ്ങനെ ആ വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ദുൽഖർ സൽമാനും അതുപോലെ പൃഥ്വിരാജ് സുകുമാരനും. അങ്ങനെ ഇതൊന്നും കൂടാതെ ഇവിടെ തന്നെ ചില കാർ ഷോറൂമുകളിലും ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിട്ടുണ്ട്. ആ പരിശോധന നടത്തി അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങളിൽ പേപ്പറെല്ലാം കൃത്യമായി ഉണ്ട്, പക്ഷേ ഒരു കാറിൽ മാത്രം എന്തോ പേപ്പറിൽ അവർക്ക് ഡൗട്ട് ഉണ്ടെന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അറിയിച്ചെന്നും അതിൻ്റെ NOC ഞങ്ങൾ കാണിക്കാൻ തയ്യാറാണെന്നുമാണ് ഈ പറഞ്ഞ കാർ ഷോറൂമിൻ്റെ ഉടമയും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കേരളത്തിൽ ഇപ്പോഴത്തെ നുങ്കൂർ ചർച്ചയാകുമ്പോൾ അതിനൊപ്പം തന്നെ ചർച്ചയാകുന്ന കാര്യമാണ് സുരേഷ് ഗോപിയുടെയും അമല പാളിൻ്റെയും ഫഹദ് ഫാസിൻ്റെയൊക്കെ മുന്നേ നടന്ന നികുതി വെട്ടിപ്പുകളും. അങ്ങനെ മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ വീണ്ടും വീണ്ടും വിവാദങ്ങൾ ഉണ്ടാകുന്നു. പലപ്പോഴും വിവാദങ്ങൾ വിട്ടുമാറാതെ മലയാള സിനിമാ ലോകം മാറിയിരിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമായ കാര്യമാണ്.